സുലേഖ, ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത് ഈ പല ആളുകളും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കുട്ടി ആ വീട്ടിലുണ്ട്. അപ്പോൾ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത ഘട്ടത്തിൽ പ്രതി ആ കുട്ടിയെ വിളിച്ചു വരുത്തിയതാണോ അതോ കുറച്ചധികം ദിവസങ്ങളായി ഈ പെൺകുട്ടി ആ വീട്ടിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുണ്ടോ? അസിത, നമ്മൾ ഈ നാട്ടുകാരുടെ പ്രതികരണം തേടുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും നമ്മൾ ചോദിച്ചതാണ് ഈ പെൺകുട്ടിയെ കുറിച്ച് അറിയുമോ എന്നുള്ള കാര്യം. ഇതുവരെയും ഈ മരണം നടന്ന ശേഷമാണ് ഇത്തരത്തിൽ പെൺകുട്ടി ഈ വീട്ടിനകത്തുണ്ട്, ഇത്തരത്തിലൊരു പെൺകുട്ടി ഈ വീട്ടിനകത്തുണ്ട് എന്നുള്ള കാര്യം ഈ നാട്ടുകാർ അറിയുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഫ്നാനും അഫ്നാന്റെ സഹോദരനും അതിൽ അഫ്നാന്റെ മാതാവും മാത്രമാണ് ഈ വീട്ടിനകത്ത് ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ അറിയുന്ന ഒരു കാര്യം. ഇന്ന് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസുകാർ വന്ന് പരിശോധിച്ച് ഈ പോലീസുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് നാട്ടുകാർ അറിയുന്നത് ഇത്തരത്തിലൊരു പെൺകുട്ടിയും ഈ വീട്ടിൽ താമസിച്ചിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അറിയുന്നത്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇത് ആരാണ്, ഈ പെൺകുട്ടി ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരാണ് എന്നത് അറിയണം എന്നുള്ള കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വെഞ്ഞാറുമൂട് തന്നെയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഇത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു മുക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ഈ വീട്ടിനകത്ത് ഇന്ന് കൊല്ലപ്പെട്ടതെന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഇത് നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൊലപാതക പരമ്പര തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആദ്യം പാങ്ങോട് എത്തുന്നു ഈ അഫ്നാൻ. പാങ്ങോട് ബാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇത്തരത്തിൽ SN പുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി മറ്റ് 2 ബന്ധുക്കളെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിലെത്തി താൻ ഏറെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന സഹോദരനെ കൊലപ്പെടുത്തുന്നു, ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനൊപ്പം തന്നെ ഒരു പെൺകുട്ടിയും ക്ഷമിക്കണം, ഈ ഉമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈ പെൺകുട്ടിയെ കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഈ ഒരു കൊലപാതക പരമ്പര തന്നെ അല്ലെങ്കിൽ അക്രമ പരമ്പര തന്നെ ഇത്തരത്തിൽ ഈ അഫ്നാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ അഫ്നാൻ തന്നെയാണ് ഈ പോലീസിൽ കീഴടങ്ങി ഇത്തരത്തിൽ താൻ 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ അഫ്നാൻ എലിവിഷം കഴിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ അഫ്നാൻ പോലീസിനോട് കീഴടങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, തനിക്കും കുടുംബത്തിനും ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഇത്തരത്തിൽ കുടുംബത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു തന്റെ ഉദ്ദേശം എന്നതാണ് ഇത്തരത്തിൽ അഫ്നാൻ ഈ പോലീസിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു സാമ്പത്തിക ബാധ്യത അഫ്നാനോ അല്ലെങ്കിൽ അഫ്നാന്റെ കുടുംബത്തിനോ ഇല്ല എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പ്രദേശവാസികളിൽ നിന്നും അതിനൊപ്പം തന്നെ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ പെൺകുട്ടി ആരാണ്, എങ്ങനെയാണ് ഈ പെൺകുട്ടി വീട്ടിനകത്ത് വന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുക്കളാണോ അല്ലെങ്കിൽ ഈ അഫ്നാന്റെ സുഹൃത്താണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ബാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തുന്നു. ഈ ഉമ്മ ബാത്റൂമിനകത്ത് തലയിടിച്ച് മരിച്ച നിലയിലാണ് ഉമ്മയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ SN പുരത്തെ ഈ ബന്ധുക്കളുടെ വീട്ടിലെത്തി ഈ ബാപ്പയുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവുമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ 2 പേരെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് വീട്ടിലേക്കെത്തി സഹോദരനെയും ഉമ്മയെയും അതിനൊപ്പം തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയെയും ആക്രമിക്കുന്നത്. മുഖത്ത് അടക്കം വലിയ രീതിയിലുള്ള പരിക്കുകൾ ഈ ഉമ്മയുടെയും അതിനൊപ്പം തന്നെ മരണപ്പെട്ട പെൺകുട്ടിയുടെ മുഖത്ത് വളരെ വികൃതമായി തന്നെ ഉള്ള ഒരു മുറിവുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്നതാണ്